ഒരു ദിവസം. അയ്യോ, ഇന്ന് കാലാവസ്ഥ വളരെ മോശമാണ്. കനത്ത മഴ വരാൻ പോകുന്നതായി തോന്നുന്നു. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ മഴക്കാലം ആരംഭിക്കാൻ പോകുന്നു. ഇനി എല്ലാ ദിവസവും മഴ പെയ്യും. ഇനി ഈ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടൂ. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കഴിയുന്നത്ര ധാന്യം സംഭരിക്കണമെന്നാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കും. നമ്മൾ അവർക്ക് വേണ്ടിയും എല്ലാ ഒരുക്കങ്ങളും ചെയ്യേണ്ടതുണ്ട്. അങ്ങ് പറയുന്നത് ശരിയാണ്. ഞാൻ എന്റെ കൂട്ടുകാരി മീനുവിനെ കണ്ടിട്ട് വരാം. പിന്നീട് നമുക്ക് ഒരുമിച്ച് ധാന്യങ്ങൾ ശേഖരിക്കാൻ പോകാം. ആ ശരി ശരി. പിങ്കി പറന്ന് മീനുപ്രാവിന്റെ കൂട്ടിനടുത്തെത്തി. എന്നിട്ട് വാതിലിൽ പോയി മുട്ടുന്നു. വാതിലിൽ മുട്ടുകേട്ട് മീനുപ്രാവ് വാതിൽ തുറന്നു. ആരത്? പിങ്കി, നീയോ? സത്യം പറഞ്ഞ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. സുഖമാണോ നിനക്ക്? എനിക്ക് സുഖമാണ്. പക്ഷേ നീ ഇത് പറയ്, നിന്നെ ഇപ്പൊ കാണാനേ ഇല്ലല്ലോ. ധാന്യം ശേഖരിക്കാനും കൂടെ വരുന്നില്ല. വൈകുന്നേരം തണുത്ത് കാറ്റുകൊള്ളാൻ ഇറങ്ങുന്നില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പിങ്കിയുടെ വാക്കുകൾ കേട്ട് മീനുപ്രാവിന് നാണം വരുന്നു. പിങ്കിയെ തന്നോടൊപ്പം കൂട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത് നോക്കൂ, ഞാൻ പുറത്തിറങ്ങാത്തതിന് കാരണം ഒരു രോഗമല്ല, മറിച്ച് ഇതാണ്. പിങ്കി തന്റെ മുന്നിൽ 3 മുട്ടകൾ ഇരിക്കുന്നത് കണ്ടു. മീനു അവയെ സ്നേഹത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഇവർ 3 പേരും ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്റെ ഈ മുട്ടകൾക്ക് ഒത്തിരി സ്നേഹവും പരിചരണവും ആവശ്യമാണ്. മുട്ടകളെ വേട്ടക്കാരായ പക്ഷികളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മുഴുവൻ ദിവസവും എന്റെ മുട്ടകളോടൊപ്പമാണ് ചെലവഴിക്കുന്നത്. ഞാൻ 1-2 ദിവസത്തേക്ക് പുറത്തിറങ്ങാതിരിക്കുമ്പോൾ നീ സ്വയം എന്നെ അന്വേഷിച്ച് എന്റെ കൂട്ടിലേക്ക് വരുമെന്ന് എനിക്കറിയാമായിരുന്നു.